ഇനി ഞാൻ കോഴിക്കോടേക്ക് വരികയാണ്. കോഴിക്കോട് അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോടും മഴ ഇല്ലാന്ന് തോന്നുന്നില്ലേ? പക്ഷേ മഴ മുന്നറിയിപ്പുണ്ട്. എൽദോ, ഇപ്പോൾ മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിലായി മഴ തുടരുകയാണ്. പക്ഷേ ഏറെ നേരത്തേക്ക് നിന്ന് അതിതീവ്രമായി പെയ്യുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നില്ല എന്നതാണ് നേരിയ ആശ്വാസം നൽകുന്നത്. ഇന്നലെ പകലും ഇന്നലെ അർദ്ധരാത്രിയിലുമൊക്കെ വലിയ തോതിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായി അവധി നൽകിയിരിക്കുന്ന ഒരു കാഴ്ച. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലകൾ ഒരുപാടുള്ള ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായി, മദ്രസകൾ അടക്കമുള്ളവ പൂർണ്ണമായി ഇന്ന് അവധി പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഒപ്പം ഈ റിസോർട്ടുകൾ അല്ലെങ്കിൽ ഈ മലയോര മേഖലകളിലെ യാത്ര, മറ്റ് ഈ ഖനനം പോലുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. കഴിഞ്ഞ കാലവർഷ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച വിലങ്ങാട് പോലുള്ള വടകര താലൂക്കിൻ്റെ മേഖലകളിൽപ്പെട്ട വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നീരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലുമൊക്കെ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലെ ആളുകളെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിട്ടിരുന്നു. ഒപ്പം ഈ ഇവരുടെ മാറ്റി താമസിപ്പിക്കൽ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ എന്നിവയ്ക്ക് വടകര RDO നോഡൽ ഓഫീസറായും വടകര തഹസീൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഈ ഒരു പുഴയോരങ്ങളിലും ഒപ്പം ഈ കുത്തനെയുള്ള ചെരുവുകളിലും ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ പോലെയുള്ള കാര്യങ്ങളെത്തിയാൽ ആദ്യം ബാധിക്കുന്നത് ഇത്തരം കുത്തനെയുള്ള ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളും പുഴയോട് ചേർന്നുള്ള ആളുകളുമൊക്കെയാണ്. അത്തരം ആളുകളെ സുരക്ഷിതമായി ഉടൻ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം നൽകി. ക്യാമ്പുകളിൽ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഒഴിപ്പിക്കൽ നടപടികൾക്ക് പുഴയോരത്തും ഈ കുന്നുകളുടെ സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകൾ മാറാൻ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവരെ ബലമായി തന്നെ മാറ്റാനും ഒപ്പം അവരുടെ വീടുകൾക്ക് സുരക്ഷ നൽകാനുമൊക്കെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഒപ്പം വിലങ്ങാട് മേഖലയിലെ മലയോര മേഖലയിലെ റോഡുകളിൽ രാത്രി 7 മണി മുതൽ രാവിലെ വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴിച്ച് മറ്റ് തരത്തിലുള്ള പൂർണ്ണമായ ഗതാഗതം നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ടൂറിസം കേന്ദ്രങ്ങളിലെ സഞ്ചാരികൾക്ക് പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. 6, 7 തീയതികളിലാണ് ഇത്തരത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.